ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മത്തായി 4:1. കർത്താവായ യേശുവിനും പരീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പരാജയപ്പെട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അനുസരിച്ച് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി യേശു മണലാരണ്യത്തിലേക്ക് പോയി. അപ്പോൾ പരീക്ഷകനും സഹചാരിയായി വന്നു. ആത്മാവ് നടത്തിയപ്പോൾ പിശാച് പരീക്ഷിക്കുന്നു. കർത്താവിനെ പരീക്ഷകളുമായി സമീപിക്കുവാൻ ധൈര്യപ്പെട്ട പിശാച് നമ്മെയും പരീക്ഷിക്കുവാൻ ഒരുമ്പെടാതിരിക്കുകയില്ല. പരീക്ഷകൻ്റെ പ്രവർത്തന ഫലമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തെറ്റായ ചിന്തകളും പ്രേരണകളുമാണ് പരീക്ഷകൾ എന്ന ധ്യാന വാക്യം സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ അശുദ്ധാത്മാവും ഉണ്ട് എന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹവ്വായെ തെറ്റിലേക്ക് നയിക്കുവാനും ജോബിനെ പരീക്ഷിക്കുവാനും പരീക്ഷകൾ വന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പരീക്ഷകൻ ഉണ്ടെന്ന് വിവക്ഷിക്കുന്നു. പൈശാചിക ശക്തിയില്ലെന്ന് വിശ്വസിക്കുന്നവർ ഭൗതിക മണ്ഡലത്തിന് ഉപരിയായി ഒരു ആത്മീയ മണ്ഡലം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദികളായി തീരുമെന്ന് C.S. ലൂയിസ് പറഞ്ഞിട്ടുണ്ട്. നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവും വഞ്ചിക്കുവാൻ പരീക്ഷകനും സമീപത്തുണ്ട്. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ അശുദ്ധാത്മാവിൻ്റെ പരീക്ഷയിൽ പിടിപെടുകയില്ല. കർത്താവായ ഈശോയുടെ സഹായം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കട്ടെ. അയ്യമ്മസമ്മ പരിശുദ്ധമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമീൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.